നമസ്തേ കൂട്ടുകാരെ, ഗിഫു മേലാറ്റൂരിൻ്റെ കഥകളുടെ കേരളത്തിൽ നാം ഇന്ന് കേൾക്കാൻ പോകുന്നത് പിശുക്കനാശാൻ്റെ വീഴ്ച. പഴയ കേരള നാട്ടിൽ പണക്കാരനായ ഒരു ഭൂവുടമയുണ്ടായിരുന്നു. നോക്കെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന അയാളുടെ കൃഷിഭൂമിയിൽ പണിക്കാരും ധാരാളമുണ്ടായിരുന്നു. പുലർച്ചെ പണിക്കിറങ്ങുകയും ഇരുട്ടിയതിനു ശേഷം മാത്രം തീരുകയും ചെയ്യുന്ന ജോലിക്ക് മാന്യമായ കൂലിയും ഭൂവുടമ പണിക്കാർക്ക് നൽകിയിരുന്നില്ല. നാട്ടുകാർ അയാളെ രഹസ്യമായി വിളിച്ചിരുന്ന പേര് പിശുക്കനാശാൻ എന്നായിരുന്നു. ഒരു ദിവസം പിശുക്കനാശാൻ തോട്ടത്തിലെത്തി പണിക്കാർ വിശ്രമിക്കാതെ വേലയെടുക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയായിരുന്നു ആശാൻ്റെ ലക്ഷ്യം. യജമാനനെ കണ്ടപ്പോൾ അവർ ധൃതിയിൽ പണിയിൽ മുഴുകി. വിളകൾ നനയ്ക്കാൻ ആഴമുള്ള വലിയൊരു കുളവും അവിടെ ഉണ്ടായിരുന്നു. പണിക്കാർക്ക് ഓരോരോ നിർദ്ദേശങ്ങൾ നൽകുന്നതിനിടെ ആശാൻ കാൽ തെറ്റി ഒറ്റ വീഴ്ച ആഴമുള്ള കുളത്തിലേക്ക്. ആശാന് നീന്തൽ വശമില്ലായിരുന്നു. വെള്ളത്തിൽ കൈയും കാലുമിട്ടടിച്ച് ആശാൻ നിലവിളിച്ചു കൊണ്ടിരുന്നു. പണിക്കാർ അത് കേട്ടെങ്കിലും തീരെ ഗൗനിച്ചില്ല. ഗൗനിച്ചവർക്ക് നീന്താനും അറിയില്ലായിരുന്നു. അപ്പോൾ പണിക്കാരിൽ നീന്തൽ അറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ കുളത്തിലേക്കെടുത്തു ചാടി ആശാനെ വല്ല വിധേനയും കരയ്ക്കു പിടിച്ചു കയറ്റി. ശബ്ദവും ബഹളവും കേട്ട് നാട്ടുകാരും ഓടിക്കൂടിയിരുന്നു. തൻ്റെ ജീവൻ രക്ഷിച്ച പണിക്കാരന് ഒരു സമ്മാനം കൊടുക്കാൻ തന്നെ ആശാൻ ഉറച്ചു. പണസഞ്ചി വരുത്തി അതിൽ നിന്ന് അടുക്കി വെച്ച നോട്ടുകളിൽ നിന്ന് 1 രൂപയെടുത്ത് ചെറുപ്പക്കാരന് നേർക്കു നീട്ടി. അത് കണ്ടപ്പോൾ നാട്ടുകാരും പണിക്കാരും അതിശയിച്ചു പോയി. പണസഞ്ചി നിറയെ പൂത്ത പണമുണ്ടായിട്ടും ജീവൻ രക്ഷിച്ച ചെറുപ്പക്കാരന് കൊടുക്കുന്നത് വെറും 1 രൂപയോ? നാട്ടുകാരെല്ലാവരും കൂടി ആശാനെ പൊക്കിയെടുത്ത് വീണ്ടും കുളത്തിലിടാൻ തുനിഞ്ഞപ്പോൾ ചെറുപ്പക്കാരൻ അവരെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനു ദേഷ്യപ്പെടണം നാട്ടുകാരെ? യജമാനൻ്റെ ജീവൻ്റെ വില എന്താണോ അതാണ് അദ്ദേഹം എനിക്ക് തന്നിരിക്കുന്നത്. പണിക്കാരൻ്റെ വാക്കുകൾ കേട്ട പിശുക്കനാശാന് തൻ്റെ പോരായ്മ ബോധ്യമായി. പിന്നീടൊരിക്കലും ആശാൻ പണിക്കാരെ ചൂഷണം ചെയ്തിട്ടില്ല. കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നല്ലൊരു നാടിൻ കഥ കേൾക്കാം.